ഉപരോധങ്ങളും പാരവെപ്പുകളുമായി ലോകരാജ്യങ്ങൾ ചുറ്റും കൂടുമ്പോഴും അതൊന്നും കണ്ട ഭാവമേ ഇല്ലാതെ സ്വന്തം വഴിക്ക് മുന്നേറുന്ന ഒരു രാജ്യമുണ്ട്. അതാണ് ഉത്തര കൊറിയ. തോക്ക് കാട്ടി പേടിപ്പിക്കാൻ നോക്കല്ലേ, ഈ കളി ഞങ്ങൾ പണ്ടേ പഠിച്ചതാ എന്ന് ലോകത്തോട് പറയാതെ പറയുകയാണ് കിം ജോങ് ഉൻ. വൻശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ തങ്ങളുടെ ആത്മബോധം ഊട്ടിയുറപ്പിക്കാൻ പുതിയ ആണവ നയവുമായി ഉത്തര കൊറിയ വീണ്ടും ഉണരുകയാണ്. തങ്ങളുടെ ആണവായുധ ശേഖരം വികസിപ്പിക്കുന്നതിനായുള്ള രാജ്യത്തിന്റെ അടുത്ത ഘട്ടങ്ങൾ വരാനിരിക്കുന്ന ഭരണകക്ഷി കോൺഗ്രസിൽ വെളിപ്പെടുത്തുമെന്ന് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ പ്രഖ്യാപിച്ചതായി ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA ജനുവരി 28-ന് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് വെറുമൊരു പ്രഖ്യാപനമല്ല, മറിച്ച് ലോകക്രമത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള ഒരു പവർ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആഗോള രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടങ്കം ഇത്തവണ ഉത്തര കൊറിയയിലേക്ക് ഉറ്റുനോക്കുകയാണ്. കാരണം വരാനിരിക്കുന്ന ഭരണകക്ഷി കോൺഗ്രസ് കേവലം ഒരു ചർച്ചാവേദിയല്ല, മറിച്ച് ഉത്തര കൊറിയയുടെ അജേയമായ കരുത്ത് ലോകത്തിന് മുന്നിൽ വിളംബരം ചെയ്യുന്ന പോർനിലമായിരിക്കും. 5 വർഷത്തെ മൗനത്തിന് ശേഷം കിം ജോങ് ഉൻ വീണ്ടും ലോകത്തിന് മുന്നിലെത്തുമ്പോൾ അത് വെറും വാക്കുകളാവില്ലെന്ന് ഉറപ്പാണ്. ഈ പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപായി കിം നടത്തിയ നീക്കങ്ങൾ ലോകശക്തികളെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരോടൊപ്പം കിം തന്നെ നേരിട്ട് പങ്കെടുത്ത വലിയ കാലിബർ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചിന്റെ പരീക്ഷണ വിക്ഷേപണം ഇതിന്റെ വ്യക്തമായ സൂചനയാണ്. 4 അതിശക്തമായ മിസൈലുകൾ ആകാശത്തേക്ക് കുതിച്ചുയർന്നപ്പോൾ അത് കേവലം ഒരു പരീക്ഷണമല്ലായിരുന്നു, മറിച്ച് തങ്ങളുടെ ആയുധപുരകൾ എത്രത്തോളം സജ്ജമാണെന്ന മുന്നറിയിപ്പായിരുന്നു. കൊറിയൻ ഉപദ്വീപിൽ നിലവിലുള്ള സംഘർഷഭരിതമായ സുരക്ഷാ സാഹചര്യങ്ങളും അമേരിക്ക ദക്ഷിണ കൊറിയ സഖ്യത്തിന്റെ ശക്തമായ സൈനിക സാന്നിധ്യവും തുടർച്ചയായി നടക്കുന്ന മിസൈൽ പരീക്ഷണങ്ങളും ഈ പ്രഖ്യാപനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ആണവായുധങ്ങളെ രാജ്യത്തിന്റെ പരമാവധി പ്രതിരോധ ഉറപ്പായാണ് ഉത്തര കൊറിയൻ ഭരണകൂടം കാണുന്നത്. അതിനാൽ തന്നെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന ശക്തമായ രാഷ്ട്രീയ സൈനിക സന്ദേശമാണ് ഈ പ്രഖ്യാപനത്തിലൂടെ ലോകത്തിന് നൽകപ്പെടുന്നത്. ഇതോടൊപ്പം മേഖലയിൽ മാത്രമല്ല ആഗോളതലത്തിലും പുതിയ ആശങ്കകളും നയതന്ത്ര ചർച്ചകളും ശക്തമാകുന്നുവെന്ന വിലയിരുത്തലുകളും ഉയരുന്നുണ്ട്. ജനുവരി 27-ന് നടന്ന ഒരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നതിനിടയിലാണ് കിം ഈ നിലപാട് വ്യക്തമാക്കിയത്. രാജ്യത്തിന്റെ ആണവായുധ പ്രതിരോധ ശേഷി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ദീർഘകാല പദ്ധതികളാണ് ഭരണകക്ഷി കോൺഗ്രസിൽ വിശദീകരിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പരീക്ഷണം ഉത്തര കൊറിയയുടെ സൈനിക സാങ്കേതിക ശേഷി കൂടുതൽ ഉയർന്ന ഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റത്തിന്റെ വികസനം വലിയ വെല്ലുവിളികളോടെയായിരുന്നു മുന്നേറിയതെന്ന് കിം തുറന്ന് സമ്മതിച്ചു. എന്നിരുന്നാലും ഈ പരീക്ഷണം രാജ്യത്തിന്റെ തന്ത്രപ്രധാന പ്രതിരോധ സംവിധാനത്തിന്റെ ഫലപ്രാപ്തി ഗണ്യമായി മെച്ചപ്പെടുത്തുന്നതിൽ വലിയ പ്രാധാന്യമുള്ളതായിരുന്നുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഏകദേശം 358.5 കിലോമീറ്റർ അകലെയുള്ള കടൽ പ്രദേശത്ത് മിസൈലുകൾ കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് പതിച്ചതായും കിം വ്യക്തമാക്കി. ഇത്തരം കൃത്യതയുള്ള പരീക്ഷണങ്ങൾ ഉത്തര കൊറിയയുടെ ആക്രമണ പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ആശങ്കകൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതായാണ് വിലയിരുത്തൽ. അതേസമയം ജപ്പാൻ കടലിലേക്കാണ് ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതെന്ന് ജാപ്പനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജപ്പാന്റെ പ്രത്യേക സാമ്പത്തിക മേഖലയ്ക്ക് പുറത്താണ് മിസൈലുകൾ പതിച്ചതെന്ന് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്തകൾ പുറത്തുവന്നു. ഈ പരീക്ഷണം UN സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങളുടെ ലംഘനമാണെന്നും ഇത് മേഖലകളുടെ സമാധാനത്തിനും ജപ്പാന്റെ ദേശീയ സുരക്ഷയ്ക്കും ഗുരുതരമായ ഭീഷണിയാണെന്നും ജപ്പാൻ ശക്തമായി അപലപിച്ചു. ജപ്പാനൊപ്പം മറ്റ് പ്രാദേശിക ശക്തികളും ഈ നീക്കത്തെ ആശങ്കയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഈ മാസം ഇതാദ്യമായല്ല ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണം. ദക്ഷിണ കൊറിയൻ നേതാവ് ചൈനയിലേക്ക് ഉച്ചകോടിക്കായി പോകുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തുടർച്ചയായി മിസൈലുകൾ വിക്ഷേപിച്ചതിന് പിന്നാലെയാണ് ഇത് 2ാം പരീക്ഷണമായി നടന്നത്. ദക്ഷിണ കൊറിയയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് കിമ്മിന്റെ ഈ നീക്കങ്ങൾ. സഖ്യകക്ഷികൾക്ക് മുന്നറിയിപ്പും സമ്മർദ്ദവും സൃഷ്ടിക്കാനുള്ള രാഷ്ട്രീയ സന്ദേശമാണ് ഇതിന് പിന്നിലെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. കൊറിയൻ യുദ്ധത്തിന് ശേഷം രൂപപ്പെട്ട ദീർഘകാല സഖ്യത്തിന്റെ ഭാഗമായി അമേരിക്ക ഇപ്പോഴും ദക്ഷിണ കൊറിയയിൽ 10,000-കണക്കിന് സൈനികരെ വിന്യസിച്ചിരിക്കുകയാണ്. അമേരിക്കയും ദക്ഷിണ കൊറിയയും സംയുക്തമായി നടത്തുന്ന സൈനിക അഭ്യാസങ്ങളെ അധിനിവേശത്തിനുള്ള റിഹേഴ്സലുകളായി കാണുന്ന ഉത്തര കൊറിയ അവയെ സ്ഥിരമായി വിമർശിക്കുകയും ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്യാറുണ്ട്. അടുത്തിടെ ദക്ഷിണ കൊറിയ ആണവ അന്തർവാഹിനികൾ വികസിപ്പിക്കാനുള്ള ശ്രമത്തെ കിം തുറന്നടിക്കുകയും അതിനെ നേരിടേണ്ട ഭീഷണിയായി വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ആദ്യ ഭരണകാലത്ത് കിമ്മുമായി 3 തവണ കൂടിക്കാഴ്ച നടത്തിയെങ്കിലും
ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ചർച്ചകൾ മുന്നോട്ട് പോകാനായില്ല. ഹനോയിൽ നടന്ന ഉച്ചകോടി പരാജയപ്പെട്ടതോടെ ഇരു രാജ്യങ്ങൾക്കിടയിലെ ബന്ധം വീണ്ടും നിശ്ചലാവസ്ഥയിലായി. 2025 ഒക്ടോബറിൽ ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന പ്രാദേശിക ഉച്ചകോടിക്ക് മുന്നോടിയായി കിമ്മുമായി വീണ്ടും കൂടിക്കാഴ്ചയ്ക്കുള്ള പ്രതീക്ഷ ട്രംപ് പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ഇതുവരെ ഉത്തര കൊറിയൻ നേതാവിന്റെ ഭാഗത്തുനിന്ന് വ്യക്തമായ പ്രതികരണം ഉണ്ടായിട്ടില്ല. അതിനിടയിൽ വരാനിരിക്കുന്ന ഭരണകക്ഷി കോൺഗ്രസിൽ പുറത്തു വരാനിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ കൊറിയൻ ഉപദ്വീപിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുമോ എന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം. ഉത്തര കൊറിയയുടെ ഓരോ മിസൈൽ പരീക്ഷണവും ആണവ നയ പ്രഖ്യാപനവും മേഖലയിൽ മാത്രമല്ല ആഗോളതലത്തിലും വലിയ രാഷ്ട്രീയവും സൈനികവുമായ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നതാണ് നിലവിലെ യാഥാർത്ഥ്യം.